ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അതെങ്ങനെയാ നമ്മളൊരു മഴയൊക്കെയാണ്. ബഡ് ഇനി ചെയ്തതാണോ നമ്മൾ അതിങ്ങനെ നമ്മുടെ രണ്ടും കൂടി ഒന്ന് കൃഷികളും അല്ല അത് ചെടികളും ഒക്കെ ഒന്ന് പരാഗണം ഉഷാറാക്കാനൊക്കെ നടക്കില്ല ആയിട്ട് പരാഗണം നമ്മളെല്ലാവരും പരിശ്രമിക്കും. നമ്മുടെ ചെടികൾ ഒക്കെ നന്നായിട്ട് പൂക്കാനും അതിന് നല്ല പൂ വിരിയാനും പൂവിനൊക്കെ നല്ല വളർച്ച ഉണ്ടാകാനൊക്കെ ആയിട്ട് നമ്മൾ ഇല്ലേ പ്രത്യേകിച്ച് സംരക്ഷണമൊക്കെ കൊടുക്കും അല്ലേ? അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെടികൾക്കും പച്ചക്കൃഷികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കുന്ന വളമാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ചെത്തിയാണ് കേട്ടോ. ഞാനിതിന് എല്ലാ പിന്നെ കൃഷികൾക്കും എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പിന്നെ ഒരു 1/2 കിലോ പിണ്ണാക്കാണ്. ഈ പിണ്ണാക്ക് നമ്മൾ നല്ലൊരു വളമാണ്. പക്ഷെ അത് നേരിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലി മാന്തിയിട്ടും ഉറുമ്പൊക്കെ വലിച്ച് നശിച്ച് ഉപകാരമില്ലാതെ ആവും. പട്ടിയൊക്കെ മാന്തും. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ വേറെ 2-3 സാധനങ്ങൾ കൂടെ ചേർത്തിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ 1/2 കിലോ പിന്നെ പിണ്ണാക്ക് വെള്ളത്തിയിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പച്ചച്ചാണകം നമുക്ക് നല്ലതാണ്. എല്ലാ ചെടികൾക്കും നല്ല ഇലകൾക്ക് നല്ല പച്ചപ്പും നല്ല തഴച്ച് വളരാൻ നല്ലതാണ് പച്ചച്ചാണകം. പക്ഷെ അത് എത്ര കട്ടിക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ പറയും ഒരു പിന്നെ കുറച്ച് ഒരു 2 കൈ അത്രയുള്ള പച്ചച്ചാണകം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക. ഈ പിണ്ണാക്കും നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക. പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ, പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് പിന്നെ 2 ദിവസം വെച്ചത് കേട്ടോ. എന്നിട്ട് 3-ാമത്തെ ദിവസം ഈ ചാണകമായിട്ട് കലർത്തി 1 ദിവസം കൂടെ വെച്ചു. 3 ദിവസത്തെ പിന്നെ പുളിച്ച ഒരു വളമാണിത് കേട്ടോ. കഞ്ഞിവെള്ളവും ചാണകവും പിണ്ണാക്കും ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി ഇത് നമ്മൾ പിന്നെ കുറച്ച് കട്ടി കുറയ്ക്കുക. 3 ദിവസം ആയതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ഉണ്ടാവില്ല കേട്ടോ ഈ വളം. നമ്മൾ 7 ദിവസമൊക്കെ ഇരുന്നാൽ ഭയങ്കര സ്ട്രോങ് ആവും. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് ലൂസാക്കണം. ഇത് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 3 കപ്പ് വളം എടുത്തിട്ട് അത് നിറയെ വെള്ളം ചേർത്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലൊരു വളമാണ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കൃഷികളെയും ചെടികളെയും ഒക്കെ ഒന്ന് ജീവിപ്പിച്ചെടുത്തത് കേട്ടോ. നമുക്കൊക്കെ ഈ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ചെടികളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ചുമന്ന മണ്ണിൽ അധികം വളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മണ്ണാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളങ്ങളൊക്കെ മാറ്റി ഒഴിച്ചു കൊടുക്കും. ഒരു ഓറഞ്ചാണിത്. ഒരു ഓറഞ്ച് എന്താ പിന്നെ നമ്മുടെ സാത്തുക്കുടി എന്ന് പറയില്ലേ, മുസാമ്പി, അതിൻ്റെ ഒരു പിന്നെ വിത്ത് നട്ടതാണ് ഓറഞ്ച് മരം. പിന്നെ അത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചേന നട്ടിട്ടുണ്ട്. ഓണമൊക്കെ ആകുമ്പോഴേക്കും പറിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ എല്ലാത്തിനും ഈ വളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മഴയില്ലാത്ത സമയത്ത് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ കേട്ടോ. എനിക്ക് 2 പിന്നെ ചുവട് ഇതുണ്ട്, മൾബറി ഉണ്ട് കേട്ടോ. അതിൽ കായ ഉണ്ടായിട്ടുണ്ട്, പഴുത്ത് തുടങ്ങണേ ഉള്ളൂ. എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും കൃഷികൾക്കും ഒക്കെ ഞാനിങ്ങനെ ഒഴിച്ചു കുറച്ച് അടീനയത്തിനാണെങ്കിലും ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കുറഞ്ഞ അളവിലേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ അധികം അതിൻ്റെ പ്രോഡക്ട്സൊക്കെ ചീഞ്ഞ് പോകുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ അളവിൽ അടീനയത്തിന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ രീതിയിലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളാണ് കേട്ടോ. പക്ഷെ നല്ല പൂക്കളാണ്, നല്ല പൂവും നല്ല പിന്നെ ശക്തിയുള്ള പിന്നെ പൂക്കളും നല്ല എന്താ പറയുക, അതിൻ്റെ തണ്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇതിന് ഈ വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ. പേര നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വളങ്ങൾ ഇതിനെല്ലാം കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം. ഇന്ന് സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ വരണേ ഉള്ളൂ കേട്ടോ. ഓണമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒരു ചേന വേണം. അപ്പോൾ
അപ്പോൾ ആകെ 2 ചേനയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വളമൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കി എടുക്കുക. പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം വരാൻ പോണുള്ളൂ കേട്ടോ. ഇത്തിരി ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്, നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓറഞ്ചൊക്കെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു പെയിൻറ്റും ബക്കറ്റിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആഗ്രഹം കൊണ്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇതുവരെ പൂത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്ലാവിൻ്റെ കൊമ്പുകളിൽ 2-3 ചക്ക ഉണ്ടായിട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിയിലാണ് ചക്ക എന്ന്. ഇപ്പോൾ 2-3 ചക്ക മേലെ ഉണ്ടായിട്ടുണ്ടേ. അപ്പോൾ അത് കുറച്ച് വളർന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഭീകരന്മാരിയ്ക്കുകയാണ്. പുലികൾ, കുഞ്ഞിപ്പുലികൾ. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.